ഫോർക്കിന് വേണ്ടിയുള്ള ചേരുവകൾ മസാല ഞാൻ പറഞ്ഞ മുമ്പിലത്തെ ഫോർക്ക് വീഡിയോയിൽ പറഞ്ഞതുപോലെ പഴയകാലത്തെ രീതിയിൽ തന്നെ വിറകടുപ്പിൽ മുളക്, മല്ലി തുടങ്ങിയവ വറുക്കുന്ന വീഡിയോ ആണ് ഇനി നമ്മൾ കാണുന്നത്. ആദ്യം ലേശം എണ്ണ വിട്ടു, അത് കഴിഞ്ഞ് മുളക് വാരിയിടുകയാണ്. മുളക് വാരിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയാലായിരിക്കും, വീഡിയോ എടുക്കാൻ പറ്റിയാലായിരിക്കും, അതുപോലെ പുകച്ചിലായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം എന്താ ഇവർ ചെയ്യുന്നത്, നമുക്ക് നോക്കാം. മുളക് ഏതാണ്ട് റെഡിയായി. ഇനി മല്ലി, പെരിഞ്ജീരകം, ചെറിയ ജീരകം, പിന്നെ മറ്റെന്തോ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിനകത്ത് ഇവർ ചേർത്തിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇതെല്ലാം കൂടി ഇട്ട് വറുക്കുകയാണ് നല്ലതുപോലെ. ആ മുളക് വഴറ്റിയ അതേ ചട്ടിയിൽ തന്നെ മുളക് വഴറ്റിയതിൻ്റെ എണ്ണമയം ഉണ്ട്, ആ ചട്ടിയെ തന്നെയാണ് ഇവനെ നല്ലവണ്ണം വഴറ്റുന്നത്. അങ്ങനെ ഫോർക്കിന് വേണ്ടിയുള്ള മസാലകൾ പരുവപ്പെടുത്തുകയാണ്, പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരിഞ്ജീരകം, മല്ലി, ചെറിയ ജീരകം, മറ്റെന്തോ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് വഴറ്റിയപ്പോഴത്തേക്ക് നല്ല സുഗന്ധം വരുന്നുണ്ട്. പരുവമായി. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ഇവരിനി ഇടിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മസാല ഐറ്റംസുകൾ കല്ലിലിട്ടാണ് ഇടിക്കുന്നത്. ഈ കല്ല് ഈ പറയുന്ന പോലെ ഇവർ നിത്യേന ഉപയോഗിക്കാറില്ല. ഇതുപോലെ വല്ല ആണ്ടിലും ചങ്ങനാന്തിയിൽ മാത്രമേ ഉപയോഗിക്കുന്നൊരു പഴയ കല്ലാണ്. ഇന്ന് പൊങ്കൽ വിഭവത്തിന് വേണ്ടി കല്ല് കഴുകി വൃത്തിയാക്കി മസാല ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഇതിനകത്ത് ഇടിച്ച് പരുവപ്പെടുത്തണമെങ്കിൽ അരമണിക്കൂർ സമയം എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം നിത്യേന ഉപയോഗിക്കാറില്ല, പിന്നെ നല്ല താമസം വരുന്ന ജോലിയാണ്. മുളക് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇടിക്കാനുള്ള ഐറ്റമാണ് മുമ്പേ കാണിച്ച മല്ലി, പെരിഞ്ജീരകം, ചെറിയ ജീരകം. അതുപോലെ തന്നെ ഇവർ ഗ്രാമ്പ്, കറുവ, പട്ട അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും ഫോർക്കിന് ചേർക്കാറില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മസാലകളുടെ കൂട്ടത്തിൽ ഇവർ ഇനി ചേർക്കുന്നത് ഇടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചുവന്നുള്ളിയും ലേശം തേങ്ങയെന്ന് പറഞ്ഞാൽ ഇവരിപ്പം 2 കിലോ ഫോർക്ക് എടുക്കുന്നത്. ഈ 2 കിലോ ഫോർക്കിന് ഒരു തേങ്ങയുടെ പകുതി അത് ചെറിയ കഷ്ണങ്ങളാക്കി ഈ കൂടെ അങ്ങ് ഇടിച്ച് ചേർക്കുന്നതാണ് പതിവ്. അപ്പം ഞാൻ ചോദിച്ചു, തേങ്ങയും ചുവന്നുള്ളിയൊക്കെ ചേർക്കുമ്പം കറി പെട്ടെന്ന് വളിച്ചു പോകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇല്ല, ഞങ്ങൾ മൺചട്ടിയിലാണ് ഇത് പാചകം ചെയ്യുന്നത്. മൺചട്ടി പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഒന്ന് ചൂടാക്കി വെക്കും. അപ്പോൾ അത് കാരണം അത് വളിക്കില്ല, മറിച്ച് ഇതിന് ഈ സാധനത്തിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഇനി ശകലം ഇവർ വാളംപുളിയും ചേർക്കാറുണ്ടെന്ന് പറയുന്നു. വാളംപുളി ചേർക്കുന്നത് അതിൻ്റെ എരിവൊന്ന് ബാലൻസ് ചെയ്യാനും സംഭവം വളിക്കാതിരിക്കാനും ടേസ്റ്റ് കൂടാനും കൂടിയാണ് എന്നാണ് ഇവർ പറയുന്നത്. ശകലം, അധികം ഒന്നുമില്ല, 2 കിലോ ഇറച്ചിക്കേണ്ട ഒരു 10 ഗ്രാമോ മറ്റും ചേർക്കാറുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഫോർക്ക് ഗ്രഹനാഥൻ ഇവിടെ വെട്ടി ഞുറുക്കി തിട്ടപ്പെടുത്തുകയാണ്. ഏതാണ്ട് 2 കിലോ ഉണ്ട്. ബാക്കിയുള്ള മസാലകളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഇടിച്ച് വരണമെങ്കിൽ തന്നെ ഏതാണ്ട് ഇനിയും 10-20 മിനിറ്റ് സമയമെടുക്കും. എന്തായാലും ഇവർ നല്ല രീതിയിൽ ഇവരുടെ പഴയ പവിത്രത ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള പാചക രീതി തുടരുന്നു, അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇവർക്ക് മാട്ടുപൊങ്കൽ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ചാനൽ പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദീപം FIS ചാനൽ. നന്ദി, നമസ്കാരം.